താര സംഘടനയിലെ തർക്കവുമായി ബന്ധപ്പെട്ട് നടൻ ടിനി ടോമിനെതിരെ പരാതി നൽകി നടി അൻസിബ ഹസൻ. കൊച്ചി ഇൻഫോ പാർക്ക് പോലീസിനാണ് അൻസിബ പരാതി നൽകിയിരിക്കുന്നത്. ടിനി സൈബർ അധിക്ഷേപം നടത്തുന്നുവെന്നും വർഗീയ പരാമർശങ്ങൾ നടത്തുന്നുവെന്നും അൻസിബ പരാതിയിൽ പറയുന്നു. തന്റെയും കുടുംബത്തെയും ടിനി വേട്ടയാടുകയാണ്. ടിനിയുടേത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പെരുമാറ്റമാണെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. താരസംഘടനയിലെ തർക്കവുമായി ബന്ധപ്പെട്ടാണ് നടൻ ടിനി ടോമിനെതിരെ ഇപ്പോൾ അൻസിബ ഹസൻ പരാതി നൽകിയിട്ടുള്ളത്. കൊച്ചി ഇൻഫോ പാർക്ക് പോലീസിനാണ് അൻസിബ പരാതി നൽകിയിരിക്കുന്നത്. ഇതിനു മുൻപ് അൻസിബ ലക്ഷ്മിപ്രിയക്കെതിരെയും അതുപോലെ തന്നെ തൃപ്പൂണിത്തുറ SIക്കെതിരെയും ഒക്കെ പരാതി നൽകിയിരുന്നു. തനിക്കെതിരെ തുടർച്ചയായി ടിനി സൈബർ അധിക്ഷേപം നടത്തിയെന്നും വർഗീയ പരാമർശങ്ങൾ നടത്തുന്നുവെന്നുമൊക്കെയാണ് ഇപ്പോൾ ടിനി ടോമിനെതിരെ അൻസിബ നൽകിയ പരാതിയിൽ പ്രധാനമായും പറയുന്നത്. തന്റെയും കുടുംബത്തെയും ടിനി വേട്ടയാടുന്നുവെന്നും ഈ ഒരു പരാതിയിൽ പ്രധാനമായും പരാമർശിക്കുന്നുണ്ട്. ടിനിയുടേത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പെരുമാറ്റമാണെന്നും ഒക്കെ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും ഇന്നലെ ഇതിന് മുൻപ് നൽകിയ പരാതിയുടെ ഭാഗമായി ഇന്നലെ ലക്ഷ്മിപ്രിയയുടെ മൊഴി രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ SI രേഷ്മ തൃപ്പൂണിത്തുറ SI രേഷ്മയുടെയൊക്കെ ഈ ഒരു മൊഴി രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇവർക്കെതിരെയും അൻസിബ പരാതി നൽകിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ടിനി ടോമിനെതിരെയും അൻസിബ പരാതി നൽകിയിരിക്കുന്നു. താരസംഘടനയിലെ തർക്കവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ അൻസിബ പരാതി നൽകിയിട്ടുള്ളത്. കൊച്ചി ഇൻഫോ പാർക്ക് പോലീസിനാണ് ഇപ്പോൾ അൻസിബ പരാതി നൽകിയിരിക്കുന്നത്. തുടർച്ചയായി തനിക്കെതിരെ സൈബർ അധിക്ഷേപം നടത്തുന്നു എന്നാണ് പ്രധാനമായും ഈ ഒരു പരാതിയിൽ പരാമർശിക്കുന്നത്. അതുപോലെ തന്നെ വർഗീയ പരാമർശങ്ങൾ നടത്തുന്നു എന്നും അൻസിബ ഈ ഒരു പരാതിയിൽ പരാമർശിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ലഹരിക്കെതിരായ ഏറ്റവും വലിയ വേട്ടയ്ക്ക് തുടക്കമിടാൻ ആഭ്യന്തര വകുപ്പ്. ഓപ്പറേഷൻ തൂഫാൻ ദ നർക്കോ ഹണ്ട് എന്ന പേരിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് തിരുവനന്തപുരത്ത് നടക്കും. ലഹരി മാഫിയക്കെതിരെ ശക്തമായ നിയമ നടപടികളും ജനകീയ പ്രതിരോധവും ലക്ഷ്യമിട്ടാണ് പദ്ധതി. സിന്തറ്റിക് ലഹരി മരുന്നുകളുടെ വ്യാപനം തടയാൻ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാകും പ്രവർത്തനം. ലഹരി വ്യാപനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അജ്ഞാതമായി കൈമാറാൻ ആപ്പുകളും വാട്സ്ആപ്പ് ചാറ്റ് ബോട്ടുകളും ഉൾപ്പെടുന്ന സംവിധാനം ഒരുക്കും. ക്യാമ്പസുകളിലും പാർപ്പിട മേഖലകളിലും മലിനജലം പരിശോധനയും ഡ്രോൺ നിരീക്ഷണവും ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനങ്ങളും പദ്ധതിയുടെ ഭാഗമാണ്. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ പദ്ധതി ഉദ്ഘാടനം നിർവഹിക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മന്ത്രിമാരും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. സംസ്ഥാനത്തെ ലഹരിക്കെതിരായ ഏറ്റവും വലിയ വേട്ടയ്ക്ക് തുടക്കമിടാൻ ഒരുങ്ങുകയാണ് ആഭ്യന്തര വകുപ്പ്. ഓപ്പറേഷൻ തൂഫാൻ ദ നർക്കോ ഹണ്ട് എന്ന പേരിൽ നടപ്പാക്കുന്നതാണ് ഈ ഒരു പദ്ധതി. ഈ ഒരു പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ് തീരുമാനിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് വെച്ചാണ് ഈ ഒരു പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുക. ലഹരി മാഫിയക്കെതിരെ ശക്തമായ നിയമ നടപടികളും ജനകീയ പ്രതിരോധവും ഒക്കെ ലക്ഷ്യമിട്ടിട്ടാണ് ഇത്തരത്തിലൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. സിന്തറ്റിക് ലഹരി മരുന്നുകളുടെ വ്യാപനം തടയുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയൊക്കെ ആകും ഈ ഒരു പദ്ധതിയുടെ പ്രവർത്തനം ഉണ്ടാകുക. അതുപോലെ തന്നെ ലഹരി വ്യാപനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അജ്ഞാതമായി തന്നെ കൈമാറാൻ ആപ്പുകളും വാട്സ്ആപ്പ് ചാറ്റ് ബോട്ട് സംവിധാനങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. ക്യാമ്പസുകളിലും പാർപ്പിട മേഖലകളിലും മലിനജല പരിശോധനയും ഡ്രോൺ നിരീക്ഷണവും ഒക്കെ ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനങ്ങളും ഒക്കെ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട്. എന്തായാലും തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശനാണ് ഈ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഈ ഒരു ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നുണ്ട്. മന്ത്രിമാരും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കും. നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ വെച്ച് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസിലെ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. ഗൺമാനായ അനിൽകുമാറിന്റെയും സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ സന്ദീപിന്റെയും മുൻകൂർ ജാമ്യാപേക്ഷയാണ് ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്തതിന് പിന്നാലെയാണ് ഇരുവരും വീണ്ടും അപേക്ഷ നൽകിയത്. ഇന്ന് മുതൽ 5 വരെ
3 മുതൽ 5 വരെ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയും ഇന്ന് പരിഗണിക്കും. നേരത്തെ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചിരുന്നെങ്കിലും ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്തിട്ടില്ലാത്തതിനാൽ മുൻകൂർ ജാമ്യം തേടേണ്ടതില്ലല്ലോ എന്ന് ചോദിച്ച ജഡ്ജി അപേക്ഷ തള്ളുകയായിരുന്നു. എന്നാൽ പിന്നീട് SIT റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തുകയായിരുന്നു. ഇതിന് പിന്നാലെ പ്രതികൾ ഒളിവിൽ പോയതായതാണ് വിവരം. 5 പേരുടെയും മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയതോടെ ആലപ്പുഴ ജില്ലാ കോടതി വളപ്പിൽ നിന്നാണ് പ്രതികൾ ഒളിവിൽ പോയത്. ഇവർക്കായി കേരളത്തിനകത്തും പുറത്തും അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് SIT.